വിശദമായ വാർത്തയിലേക്ക്. പുൽപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവായ തങ്കച്ചനെ വ്യാജ കേസിൽ കുടുക്കിയ സംഭവത്തിൽ നടപടിയുമായി പാർട്ടി. ഒന്നാം പ്രതി അനീഷ് മാമ്പള്ളിയെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മീനങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ അനീഷിനെ KPCC നിർദ്ദേശപ്രകാരമാണ് സസ്പെൻഡ് ചെയ്തത്. അനീഷിനു വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, എന്താണ് വ്യാജ കേസിൽ പാർട്ടി നടപടി? ഓഗസ്റ്റ് മാസത്തിലാണ് പുൽപ്പള്ളിയിലെ പ്രാദേശിക നേതാവായ തങ്കച്ചനെ വീട്ടിന്റെ കാർപോർട്ടിൽ നിന്നും മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് 17 ദിവസം റിമാൻഡിലാവുകയും ചെയ്തത്. ഈ സമയം മുതൽ തന്നെ തങ്കച്ചൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം താൻ നിരപരാധിയാണെന്നും തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതുമാണ്. ആ സമയത്തിന് ശേഷം പിന്നീട് പരാതി നൽകുകയും മുഖ്യമന്ത്രി DGP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പുനരന്വേഷണം നടത്തുകയും ഈ പറയുന്ന തങ്കച്ചൻ നിരപരാധിയാണെന്ന് കണ്ടുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ആ സമയത്ത് തങ്കച്ചന്റെ കുടുംബത്തിന്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. നേതൃത്വത്തിനെതിരായിരുന്നു. കാരണം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടലുണ്ടായി. ഇല്ലെങ്കിൽ നേതൃത്വത്തെ കുറ്റം പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു ആദ്യ വാർത്താ സമ്മേളനം. പിന്നീട് അവരത് തിരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നതുകൂടിയല്ലേ വ്യക്തമാവുന്നത്? ഈ ഒരു വിഷയത്തിൽ കൃത്യമായി പുൽപ്പള്ളിയിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി KPCC ഒരു ഉപസമിതിയെ നിയോഗിച്ചിരുന്നു. ഈ ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം ഇപ്പോൾ മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റായ അനീഷ് മാമ്പള്ളിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് വരുന്നത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഐസക്കാണ് ഈ ഒരു അറിയിപ്പ് നമ്മളോട് പങ്കുവെച്ചത്. എന്തായാലും കൃത്യമായിക്കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ തങ്കച്ചനെ ഈ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി അനീഷ് മാമ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകളാൽ അതിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് തന്നെ ഈ ഒരു സംഭവം ഈ പറയുന്ന തങ്കച്ചന്റെ കേസ് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. അപ്പോൾ നിയോഗിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പിന്നാലെ ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കുമ്പോൾ എന്തായാലും ആ ഒരു തരത്തിൽ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഈ അനീഷ് മാമ്പള്ളി ഒന്നാം പ്രതിയുമാണ്. അത് പോലീസ് ഈ അനീഷ് മാമ്പള്ളിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുകയും ചെയ്തതാണ്.